ഹായ്, വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട. ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് എപ്പിസോഡ്. കെ അവൾക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. അവൻ അവൾക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യുന്നത് അവളെ അല്ല, വേറൊരു ഉന്നം വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബോസ് പയ്യൻ ചോദിക്കും, കെ നിനക്ക് എന്ത് പറ്റി, നീ എന്താ അവളെ കൊല്ലാതിരുന്നേ? കെ പറയും, ആക്ച്വലി അവൾ പറഞ്ഞത് ശരിയാണ്, അവൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിനേക്കാൾ നല്ലത് അവളെ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ റീബൽസിന് തന്നെ അവളെ കൈമാറാം, അതല്ലേ നല്ലത്. അപ്പോൾ മറ്റേ പയ്യൻ പറയും, കേ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം നിനക്ക് പെണ്ണുങ്ങളെയൊന്നും അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇവളെ എനിക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ താ. അപ്പോൾ കേ ഇങ്ങനെ പറയും, ആക്ച്വലി എനിക്ക് ഇവളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, ഇവളെൻ്റെ ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അവളിങ്ങനെ ഒരു നോട്ടം നോക്കും കേ. അവരവിടെ നിന്ന് നേരെ പോകുന്ന ഒരു ഐലൻഡിലോട്ടാണ്. അവിടെയാണ് ഈ ഡ്രഗ് അവരുടെ എല്ലാം മാഫിയാസിൻ്റെ എല്ലാം ഒളിത്താവളം. അവിടെ ചെല്ലുമ്പോൾ കേ അവളെയും പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ മറ്റേ പയ്യൻ ബാക്കിയുള്ളവരോട് പറയാണ്, നിങ്ങൾക്ക് അവരുടെ മേലൊരു കണ്ണ് വേണം. അപ്പോൾ കൂടെ നിൽക്കുന്ന പയ്യൻ പറയും, ഉറപ്പായിട്ടും ബോസ്, ഞങ്ങൾ ആ പെണ്ണിൻ്റെ മേൽ എന്തായാലും ഒരു കണ്ണുണ്ടായിരിക്കും. അപ്പോൾ അവൻ പറയും, ആ പെണ്ണിൻ്റെ മേൽ മാത്രമല്ല, കേയുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എപ്പിസോഡ് 1 ആദ്യം കണ്ട ആ സീനിലോട്ട് എത്തുന്നത്. പ്ലീസ് എന്നെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷേ അവനുണ്ടോ കേൾക്കുന്നു. പുറത്തെ ഡോറിൻ്റെ അവിടെ മറ്റേ പയ്യന്മാർ വന്ന് കാതോർത്ത് നിൽക്കുകയാണ്, അകത്തെന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. കേക്കത് മനസ്സിലാവും അവന്മാരവിടെ ഉണ്ട് എന്ന്. അവൻ അവളെ അവിടെ നിന്ന് എടുത്തും കൊണ്ടുപോയി ബെഡിൽ കൊണ്ടിടും. എന്നിട്ട് ഉറക്കെ കരയാനായിട്ട് പറയുകയാണ്, നീ അഥവാ കരയാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും കരയിക്കും എന്നവൻ പറയാണ്. അവൾ കരയുന്നതിന് വേണ്ടിയിട്ട് അവൻ 2-3 നുള്ളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഇവനെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവൻ പറയും, ആക്ച്വലി നോക്ക്, എനിക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല, പക്ഷേ പുറത്ത് നിൽക്കുന്ന അവന്മാർ ഇത് കേൾക്കണം, ഇല്ലെങ്കിൽ അവന്മാർ വേറെന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കൈ രണ്ടും അവൻ ആ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് പോവുകയാണ്. അവൻ അവിടെ നിന്ന് പോയിട്ട് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി മാസ്കൊക്കെ വെച്ച് ക്യാപ്പൊക്കെ വെച്ചിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്, എന്തോ അന്വേഷിച്ചിറങ്ങുകയാണ്. അവൻ പോയതൊക്കെ നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് കയ്യിൽ കെട്ടൊക്കെ അഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. കയ്യിൽ കിട്ടിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ അപ്പോഴത്തേക്കും ഒരു വാർണിംഗ് സൈൻ അവിടെ നിന്ന് എല്ലാവർക്കും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അലേർട്ടായി. വാർണിംഗ് സൈൻ കേട്ടതും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. കുന്നെന്നാണ് ആ ബോസ് പയ്യൻ്റെ പേര്. അപ്പം അവനോട് ചോദിക്കുകയാണ്, കുൻ എന്താ പറ്റിയത്? അപ്പോൾ കുൻ പറയും, ആരോ പുറത്തുനിന്ന് അകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, നമുക്ക് എല്ലായിടവും സെർച്ച് ചെയ്യണം. അവരങ്ങനെ കെയുടെ റൂമിലേക്ക് വരും. കെയെ വിളിക്കുകയാണ്, പക്ഷേ ഡോർ ആരും ഒന്നും തുറക്കുന്നില്ല, കാരണം കെ അവിടെ ഇല്ല. കെ ഡ്രസ്സൊക്കെ മാറി എങ്ങോട്ടേക്ക് പോയേക്കാണ്. അതേസമയം അവളാണെങ്കിൽ ഈ കൈ കിട്ടിയ തുണിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എങ്ങനെയെങ്കിലും ചാടിക്കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് തുണി കെട്ടുകയാണ്. കെ എത്ര വിളിച്ചിട്ടും ഡോർ ഓപ്പൺ ആക്കാത്തതുകൊണ്ട് അവൻ പറയും, എടാ തുറക്കുന്നില്ലേ, ചവിട്ടി തുറക്കടാ. അങ്ങനെ അവന്മാരെല്ലാം കൂടി ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. അവിടെ ഫുൾ സെർച്ച് ചെയ്യും, അപ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ ബാത്റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്കും കെയും അവളും കൂടി കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. അവനുടനെ അവരോട് ചോദിക്കും, നിങ്ങളോട് ആരും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞത്? അപ്പോൾ കുൻ പറയും, ആരോ പുറത്തുനിന്ന് അകത്ത് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ റൂംസും സെർച്ച് ചെയ്യണം. കെ ചോദിക്കും, ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ സ്മോൾ ബാത്റൂമിനകത്ത് എന്തായാലും കാണത്തില്ല, നീ വേറെ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്യ്. അങ്ങനെ അവരെല്ലാം കൂടി പുറത്തേക്ക് പോവുകയാണ്. തിരിച്ചവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ കരണത്തിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് ആകെ ദേഷ്യം വരും. കെ പറയും, നീ എന്നെ തല്ലുവാണോ? ഞാനില്ലായിരുന്നേ കാണാമായിരുന്നു, അപ്പോൾ നീ ചത്തേനെ. ഇവള് നേരത്തെ ബാൽക്കണിയിൽ നിന്ന് തുണിയൊക്കെ കെട്ടി താഴേക്ക് ചാടാൻ നിന്നപ്പോഴത്തേക്കും ഇവളുടെ കാല് തെറ്റി താഴോട്ട് വീഴാൻ പോയായിരുന്നു. അപ്പോൾ കെ ആണ് ഓടി വന്ന് അവളെ പിടിച്ച് രക്ഷിച്ചത്. അവിടുന്ന് അവളെ രക്ഷിച്ചിട്ട് അവരെന്തായാലും ഈ സൗണ്ട് കേട്ടതുകൊണ്ട് സെർച്ചിന് ഇറങ്ങും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവൻ അവളെയും വിളിച്ച് ബാത്റൂമിലോട്ട് പോകുന്നതും അവർ ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്താണ് അവൻ അവളെ കിസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പിടിക്കപ്പെടും, കാരണം അവനെവിടെയോ പോയിരുന്നു ആ സമയത്ത്. അതുപോലെ അവളും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്തേ മഴയത്ത് നനഞ്ഞിട്ട് നിൽക്കുന്നതെന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ലല്ലോ. അത് കാരണമാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. അവൻ പറയും, ഇതെൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ സേവ് ചെയ്യാൻ വരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ കാത്തിരിക്കുന്നത് മരണമായിരിക്കും. അപ്പോൾ അവൾ പറയും, എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുക, ഞാൻ നിനക്ക് ഒരു ട്രബിളും ഉണ്ടാക്കത്തില്ല. അപ്പോൾ കെ പറയും, ഞാൻ എന്തിൻ്റെ പേരിലാണ് നിന്നെ പറഞ്ഞു വിടേണ്ടത്? അവൾ പറയും, നീ ഇത്രയും നേരം ബാത്റൂമിലില്ലായിരുന്നു, അവരെങ്ങാനും നീ ഇവിടെ ഇല്ലായിരുന്നു എന്നറിയുകയാണെങ്കിൽ അവരെന്തായിരിക്കും ചിന്തിക്കുക? അപ്പോൾ കെ ചോദിക്കും, നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? അതോടെ 2ാമത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ബാക്കി എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.